അച്ഛാ ഒരു ചോദ്യം, ഒറ്റ പ്രാവശ്യം ചോദിക്കോളട്ടാ, ശ്രദ്ധിച്ച് കേട്ടിരിക്കണം. അപ്പുറത്തെ വീട്ടിലെ മേരിച്ചേച്ചി വളരെ പാവപ്പെട്ടവളായിരുന്നു, സ്വന്തമായിട്ടൊരു തേങ്ങ ഉണ്ടായിരുന്നു, ഒറ്റ വർഷം കൊണ്ട് പണക്കാരൻ എങ്ങനെയാണെന്ന് അറിയാമെന്ന് ചോദിച്ചു. ഇത് തന്നെ ഞാൻ ചോദിച്ചു. അപ്പോൾ അച്ഛാ ഞാൻ പറഞ്ഞല്ലേ അച്ഛാ ഒരു പ്രാവശ്യം ചോദിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എടാ ഞാനൊരു അച്ഛനല്ലടാ. ഓക്കെ, ഒരു പ്രാവശ്യം കൂടി പറയാം, പക്ഷേ ഇനി ചോദിക്കരുത്. നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ മേരിച്ചേച്ചി വളരെ പാവപ്പെട്ടവനായിരുന്നു, സ്വന്തമായിട്ടൊരു തേങ്ങ ഉണ്ടായിരുന്നു, ഒറ്റ വർഷം കൊണ്ട് പണക്കാരനായി, എങ്ങനെയാണെന്ന് അറിയാം. അപ്പം ഞാൻ പറഞ്ഞു എടാ ആ തേങ്ങ ആ മേരിച്ചേച്ചി കൊണ്ട് കുഴിച്ചിട്ട് എന്നിട്ട് അത് മുളച്ചു വന്ന് അതുമ്മ വേറെ തേങ്ങ വെട്ടി വിറ്റിട്ടുണ്ടാവടാ. അച്ഛനത് മണ്ടനാണ് ചാ, ഒരു വർഷം കൊണ്ടൊക്കെ ഏത് തെങ്ങും വേണം തേങ്ങ അവനങ്ങോട്ട് കിടന്ന് എന്താണ് അർമാദിക്കാണ് നമ്മൾ കിടന്ന്. അപ്പം ഞാൻ പറഞ്ഞു കുറേയൊക്കെ ഉത്തരം പറഞ്ഞു നോക്കി, രക്ഷയില്ല. അവസാനം പറഞ്ഞടാ എനിക്കറിഞ്ഞോടാ, ഞാൻ തോറ്റ്, നീ പറഞ്ഞാൽ മതി. അവന് ഉത്തരം പറഞ്ഞാൽ മതി. അവനപ്പം അതിൻ്റെ കൂടെ വേറൊരു ഡയലോഗ് കൂടി, എന്താണ് ഇത് ഇച്ചിരി വിവരവും വിദ്യാഭ്യാസമുള്ളവർക്ക് വേണ്ടി മാത്രം പറയാൻ പറ്റുള്ളൂ, അതുകൊണ്ട് അച്ഛനത് പറയാൻ പറ്റുള്ളൂ എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. എന്നാലും ഞാൻ അച്ഛനോട് ചോദിച്ചു എന്ന് മാത്രം. അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഇതിന് വളരെ മനോഹരമായിട്ടുള്ള മറുപടി പറയാം. അച്ഛാ ശ്രദ്ധിച്ച് കേട്ടിരിക്കണം, ഒറ്റ പ്രാവശ്യം പറയും. ഓക്കെ, ഞാൻ കേൾക്കാൻ തയ്യാറാണ്, കാരണം ഞാൻ ബാധ്യസ്ഥനാണല്ലോ, ഒരു കാര്യം ഉണ്ടായില്ല എനിക്ക്. എന്നാലും അപ്പോൾ അവൻ പറയാം അച്ഛാ ഈ മേരി ചേച്ചി ആകെ ഉണ്ടായിരുന്നത് ഒരു തേങ്ങയാണല്ലോ, ഈ തേങ്ങ ഈ മേരി ചേച്ചി ഇത് പൊതിച്ചിട്ട് ഈ ഒരു പാര മേടിച്ച് പൊതിച്ച് എന്നിട്ട് ഒരു വെട്ടുകത്തി അപ്പുറത്തെ വീട്ടിൽ മത്തായി ചേട്ടൻ്റെ അടുത്ത് നിന്ന് ഒരു വെട്ടുകത്തി കടം മേടിച്ചിട്ട് ഈ തേങ്ങ രണ്ടായിട്ട് മുറിച്ചു. എന്നിട്ട് ഒരു മുറിയിൽ മേരിച്ചേച്ചി താമസിച്ചു, മറ്റത് 2000 രൂപ വാടക കൊടുത്തു. എൻ്റെ പൊന്നു ടീച്ചർമാരെ, ഒരു വെട്ടുകത്തി എനിക്ക് അന്നേരത്ത് കിട്ടി വെച്ചാൽ അവനെ രണ്ടായിട്ട് മുറിച്ചിട്ട് ഞാൻ രണ്ടും വിറ്റാനെ, ഒരെണ്ണം ഫ്ലാറ്റ് പണിതാൻ. എനിക്കിത് എന്ത് മറുപടി പറയണമെന്ന് അറിയാൻ പാടില്ല. ഞാൻ കുറച്ചു നേരം അവനെ നോക്കി എന്നിട്ട് പറഞ്ഞേട്ടാ ഞാൻ പൊക്കോട്ടെ, ശരിയാ ചാച്ചൻ പൊക്കോട്ടെ. പ്രിയമുള്ളവരെ, എനിക്ക് കിട്ടേണ്ടത് കിട്ടിയപ്പോൾ ഞാൻ നേരെ പള്ളിമേടയിലേക്ക് പോകുമ്പോൾ നമ്മുടെ 2 സുഹൃത്തുക്കൾ അവിടെ നിങ്ങോട്ട് വരിക. ഏത് എടാ എന്ത് ചോദിച്ചിട്ട് നിന്റെ മുഖം എന്താണ് ഉണക്കൂന്തിരി പോലെ ഇരിക്കണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നുമില്ലടക്കാതെ ഇപ്പം അങ്ങനെ സംഭവിച്ചു പോയി, ഇപ്പം എന്ത് ചെയ്യാനാണ്. പെട്ടെന്ന് എൻ്റെ മനസ്സിലുള്ള ഡ്യൂട്ടി നോക്കിയപ്പോൾ ആ ചെക്കനോട് വെറുതെ ഇരിക്കുകയാണ്, ഈ അച്ഛനോട് വെറുതെ ഇരിക്കണം. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വന്നടാ, ഈ അച്ഛൻ അത് അറിഞ്ഞുകൂടണമെന്ന് പറഞ്ഞു കൊടുത്തേക്കടാന്ന് പറഞ്ഞു. നമുക്ക് കിട്ടിയത് മറ്റുള്ളവർക്ക് കൊടുക്കണമെന്നുള്ള കർത്താവ് പഠിപ്പിച്ചേക്കണം. അപ്പം ഞാൻ പറഞ്ഞു എടാ ഒന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇവന് ഓടി ഇങ്ങോട്ട് വരികയാണ്. ഞാൻ വെറുതെ അവരുടെ ഇടയിൽ റെഫറി സംഭവം നടന്നുകൊണ്ടിരിക്കുക. ഇതേ ചോദ്യം ഇതേ ഉത്തരം എല്ലാം കഴിഞ്ഞു. അവസാനത്തെ ഉത്തരം പറഞ്ഞപ്പോൾ ഈ അച്ഛൻ, എൻ്റെ കൂട്ടുകാരനായ അച്ഛൻ, ഇവനെ ഇങ്ങനെ പൊക്കി ഒരു ടീപ്പോയുടെ മുകളിൽ ഇരുത്തിയിട്ട് പോക്കറ്റിൽ നിന്ന് ഒരു കിറ്റ് കാറ്റ് അവനോട് എടുത്തിട്ട് പറഞ്ഞാൽ ഇത് നീ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചാണെങ്കിലും ശരി, ഇത് മറ്റുള്ളവർ പറഞ്ഞാണെങ്കിലും ശരി, നിൻ്റെ അവതരണത്തിന് 100 മാർക്ക്. പ്രിയമുള്ളവരെ, അത് എന്നെ ഒരു കാര്യം പഠിപ്പിക്കുകയായിരുന്നു. എന്താണ്? യു ആർ എൻറ്റയർലി എ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിനൽ റിയാലിറ്റി.